പറഞ്ഞാൽ ആളുകളുടെ സ്ഥിരം പരാതിയാണ്, നിങ്ങളല്ലേ പറഞ്ഞു അവിടെ നല്ല ഫുഡ് കിട്ടും, ഞങ്ങൾ പോയപ്പോൾ കിട്ടിയില്ലല്ലോ. ഞാൻ ചെന്നൈയിൽ സകല വെയിറ്റർ റെസ്റ്റോറൻറ്റുകൾ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻ്റാന്ന് പറഞ്ഞ സ്ഥലമാണിത്. ആ വീഡിയോ ഞാൻ ചെയ്തിട്ട് കുറച്ച് കാലമായി, 2-3 കൊല്ലമായി. അപ്പോൾ നമ്മളൊന്ന് രണ്ടാമതൊന്ന് നോക്കട്ടെ, അതിന് വേണ്ടി വന്നതാണ്. അന്ന് അവർക്ക് എന്നെ അറിയില്ല, ഇന്നും അവർക്ക് എന്നെ അറിയില്ല. ഇവിടുത്തെ സ്റ്റാഫ് ഭീകരമായിട്ട് മാറിപ്പോയി. പണ്ട് നല്ല കേർട്ടീസ് ആയിരുന്ന, ഒരു ചിരി ഉണ്ടായിരുന്ന മനുഷ്യന്മാർ ഇന്ന് രാവിലെ ഒരു എനർജി ഇല്ലാതെ ഇവിടെ നിൽക്കുക. വളരെ അപൂർവ സ്റ്റാഫ് മാത്രമേ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബേസിക് ചിരിയെങ്കിലും മുഖത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇത് ഇങ്ങനെയായിരുന്നില്ല, ഭയങ്കര വാട്ടറി അല്ലേ ഇത്. എൻ്റെ ആ വീഡിയോ കണ്ടിട്ട്, അത് 2-3 കൊല്ലം മുമ്പത്തതാ, ഒരാള് ഇത് വന്നു കഴിഞ്ഞാണ്ടല്ലോ വിചാരിക്കൂലേ ഞാൻ എന്തൊരു ദ്രോഹിയാന്ന്. സന്തോഷായില്ലേ? പക്ഷെ റെസ്റ്റോറൻറ്റ് ഫുള്ളാ. ഇത് കേടുവട എന്ന് പറയാൻ പാടാട്ടോ, സംഭാരവട എന്ന് പോലും പറയാൻ പറ്റൂല. ഓണിയൻ റവ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിഷായിട്ട് ഞാൻ കുറേ കാലം വിചാരിച്ചിരുന്ന സാധനമാണ്. പഴയ ദോശയുടെ ഒരു വിദൂരതയിലുള്ള ഏതൊരു അകന്ന ബന്ധു, തീരെ കൊള്ളില്ലാത്തൊരു ബന്ധു, അങ്ങനത്തെ ആൾക്കാരുടെ വില കുടുംബത്തിൽ നമ്മൾ അയ്യോ എന്ന് വിചാരിക്കുന്ന കഴിഞ്ഞ മനുഷ്യന്മാര്, അങ്ങനത്തെ ഒരു ബന്ധു. ഈ ഒണിയൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പോലും കറക്റ്റ് ആയിട്ടല്ല. നമുക്ക് കുറെ ഏരിയയിൽ ഒണിയനേ ഇല്ല. ചട്നി കാണാൻ നല്ല ഭംഗിയുണ്ട്. ചട്നി കൊള്ളാം. ഇവൻ ഈ ചട്നി തന്നെ ഇത് തേങ്ങ അരച്ച പോലെ ഇല്ല, തേങ്ങ ഇവിടെ സോഗിയല്ലേ ഇത്. സൂപ്പർ, പൊളി പൊളി പൊളി. അപ്പൊ എത്ര പേര് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ആ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലേ. ആ സാധനം സെന്ററിലേക്ക് സോക്കിയ ഒരു രക്ഷയില്ല. നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് ആ ഡേറ്റ് നോക്കണം വീഡിയോയുടെ. സാമ്പാർ ഓക്കെയാ എന്നല്ലാതെ ആ ഒരു ഫാക്ടർ പോയി ഫുഡിൻ്റെ. സാധാരണ 3 പേരൊക്കെ വന്നിട്ട് ഒരു വെങ്കായ റവ ദോശയൊക്കെ ഓർഡർ ചെയ്താണ്ടല്ലോ, കൂടി വന്നാൽ ഒരു 3 മിനിറ്റ് അതിനുള്ളത് തീരും. ഇപ്പൊ നമുക്ക് ആർക്കത് വേണ്ട, നമ്മളാണ് വിശന്നിരിക്കുന്നത് അല്ലേ. സാമ്പാർ പൊടിയൊക്കെ കലക്കി വെച്ചിരിക്കുകയാണ്, ഒരു ആവശ്യമില്ല. ആ മസാലക്ക് ഒരു വികാരം ഇല്ലല്ലോ. ഇവിടുത്തെ ഏറ്റവും നല്ല മസാല ദോശ, കുറേ ദോശകളുണ്ടായിരുന്നു അയാൾ പറഞ്ഞ ലിസ്റ്റിൽ. ഏറ്റവും നല്ല ഏതാണെന്ന് അയാളോട് ചോദിച്ചു, അയാൾ പറഞ്ഞത് പൊടി ഈ മസാല ദോശ. സംഭവം പൊടിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ തൈര് വരെയൊക്കെ ആൾക്കാരിങ്ങനെ വിരുമ്പി ശാപ്പിടുന്നതായിരുന്നു, തീർന്ന് ആർക്കും വേണ്ട.
ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ പോയി ഗയ ഖത്തം. ആ ചട്നി ചോദിച്ചപ്പോൾ അവൻ എന്തിനാ ഇത്രയും സാധനം കൊണ്ട് തന്നറിയാം. ഇനിയും നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നടക്കണ്ടേ? ഏത് വൈറ്റ് ചട്നി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടും അവൻ ഇത്രയും സാധനം തരുന്നത് അതുകൊണ്ടാണ്. അതെല്ലാം അവിടെ കിടന്ന് വേസ്റ്റ് ആവും. അടുത്ത കസ്റ്റമർക്ക് കൊടുക്കൂലായിരിക്കും. എടുത്ത് കുടിക്കാൻ പറ്റിയിരുന്ന സാമ്പാറായിരുന്നു. കുടിക്കാൻ പറ്റൂല. സാമ്പാർ പൊടിയുടെ ഗംഭീര കുത്താണ് തന്നെ. അതിൽ മൊത്തം ഒരു സുഖമില്ലാത്ത ടേസ്റ്റായി. 3 പേർക്ക് ഒരു മസാല ദോശയും ഒരു റവാ ദോശയും ഒരു തൈര് വടിയും തീർക്കാൻ പറ്റുന്നില്ല. അതും വളരെ നന്നായി ഭക്ഷണം കഴിക്കുന്ന 3 പേർക്ക്. കാപ്പി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേറെ തൈര് അല്ല വടകറി പറഞ്ഞില്ലേ? ഇല്ല, ഒരു പിടിയില്ല. ഓരോ സാധനം ഓരോ സൈഡിൽ നിന്ന് വരുന്നു, ഒരുമിച്ച് സാധനം തരുന്നവർ. അതൊക്കെ വിട്, എനിക്ക് വിശക്കുന്നു. ഇവിടെ വടകറി ഇല്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ബില്ല് തരാൻ നേരത്താണ് നമ്മൾ ചോദിച്ചപ്പോഴാണ് അവരെന്നെ ഓർമ്മിക്കുന്നത്. ആ പുറകെ വെക്കുന്ന മനുഷ്യൻ ഇതാ. എന്നിട്ട് അയാള് ഈ ചക്കരെ കുറ്റം പറയാം. ഏത് ഇവിടെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത് അവനല്ലേ പറയേണ്ടത്? ഓർഡർ എടുത്ത അയാളല്ലേ. ഉഷാർ പരിപാടിയാണ്, ഗംഭീരായിട്ടുണ്ട്. വൃത്തി പഴയ പോലെ ഉണ്ട് അല്ലേ? ചെന്നൈയിലെ ടോപ്പ് റെസ്റ്റോറൻറ്റ്സ് കമ്പയർ ചെയ്ത് ഞാൻ ബെസ്റ്റാന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്, ഗീതം. ഓർഡർ ചെയ്ത കോഫി പോലും അവർ തന്നില്ല. സാരിയില്ല, നമുക്ക് അടുത്ത കടയിൽ വരാലോ എന്ന് വിചാരിച്ചിട്ട് വന്നാണ് ഇവിടെ. അവിടുത്തെ പോലെയല്ല, ഇവിടെ ആരും ഇല്ല. തൊട്ടടുത്താണ്. ഇവിടെ മോര് കളിയുണ്ട്. കളി തമിഴ്നാട്ടിലെ പേരിയേറ്റ സാധനമാണ്. പിന്നെ തൈര് ഇഡ്ഡലി ഉണ്ട്. ഇവിടെ തൈര് വടയാണല്ലോ കോളായത്. തൈര് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. തൈര് കളി അല്ല, ഇത് മോര് കളി, തൈര് ഇഡ്ഡലി, പൂണ്ടിക്കറി ഇഡ്ഡലി. കോഫി ഇപ്പോഴേ കൊടുക്ക. നോർമൽ 3 പറയട്ടെ. കോഫി 3 കോഫി കൊടുക്ക. അവൻ്റെ ഈ മറ്റേ ഒരു വൃത്തിയിട്ട പഴയകാല ഡയലോഗുണ്ട്, കാല് കഴുകിയ വെള്ളം കുടിക്കണമെന്ന്. അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് അനുകൂലമല്ല. പക്ഷെ എന്നാലും എനിക്ക് ആ ഡയലോഗ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇവൻ്റെ കാല് കഴുകിയ വെള്ളം ഒരു 3 നേരം കുടിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. ചോദിച്ചിട്ട് കോഫി വേണോ, ഇപ്പോൾ കൊണ്ടുവരണോ? അതൊക്കെ ഒരു ബേസിക് പരിപാടിയല്ലേ. അവിടെ കോഫിയേ ഇല്ല, കിട്ടിയില്ല. ഓർഡർ ചെയ്ത 3 സാധനം, ബോണ്ട, കോഫി, പിന്നെ അന്യായ സാധനം. അത് നല്ലതാണോ? ഇതെന്താ സാധനം? ഇത് പൂണ്ടിക്കറി ഇഡ്ഡലി. പൊടി പോലെ ഇങ്ങനെ കടിക്കാം. ഗാർലിക്ക്, പുളി. ഇതും ഇഡ്ഡലി തന്നെയല്ലേ? വടയല്ലോ? വടയാണോ? ഓ അല്ല, ഇത് ഇഡ്ഡലിയാ. നല്ല ഫ്ലേവർ. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന സാധനമാണ് കളി. അയ്യോ, ഈ ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ട് ഒരു കെട്ടിമാറാപ്പുമില്ല, ഒരു ഷോയും ഇല്ല. സിമ്പിൾ പരിപാടി, സിമ്പിൾ ഫുഡ്, മര്യാദയുള്ള പെരുമാറ്റം. ഇത്തിരി വൃത്തി മറ്റേതിനേക്കാളും കുറവാണ്. എന്ന് വെച്ചാൽ മോശമെന്നൊന്നും പറയാനില്ല. അവർക്ക് എന്തിൻ്റെ കുറവാണ്?
അവിടുത്തെ ജോലിക്കാർ മാത്രമാണോ അങ്ങനെ ആകുന്നത്? വേറെ ഒന്നുമില്ല അതിൽ. ആ റവ ദോശ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല, ആ തൈര് വട മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല, കോഫി കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത സാധനം അവർക്ക് ഓർമ്മ പോലുമില്ല. ഇവിടെ ഓർഡർ ചെയ്തവൻ്റെ കയ്യിൽ ഒന്നുമില്ല, അവൻ മനസ്സിൽ ഓർമ്മിക്കുകയാണ്. അവിടെ ഓർഡർ ചെയ്ത അവരുടെ കയ്യിൽ ടാബ്ലറ്റ്സും സകല സാധനമുണ്ട്. എന്തിനും ഇങ്ങനെ ചെയ്യുന്നു? ഒരു ജോലി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തൂടെ? സിമ്പിൾ അല്ലേ? കീരവട, താങ്ക് യു. ഇവിടുത്തെ വെയിറ്റർക്ക് അവിടുത്തെ വെയിറ്റർക്ക് ഉള്ള പോലെ വലിയ പഠിപ്പോ വിദ്യാഭ്യാസമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവർക്കില്ലാതെ ഒന്നും അവനുണ്ട്. അവൻ ചെയ്ത ജോലിയോടുള്ള ചെറിയൊരു ആത്മാർത്ഥത. കൂണ്ടുകറി പ്ലസ് ആ കളി ഉണ്ടല്ലോ, എന്താ ചൂട്. അവിടുത്തെ മസാല ദോശയുടെ മസാലയ്ക്ക് പോലും ഒരു ടേസ്റ്റ് ഇല്ല. ഇതിൽ ഈ ഇഡ്ഡലിയിൽ നമ്മൾ പൊടിയിട്ടിട്ടില്ല, പൊടിയിട്ടിട്ടാണ് എരിവും ഫുൾ ടൈം. ഈ കൂണ്ട് കറി പ്ലസ് ഈ കളി പൊടിയാണ്. മുളകിന് കൊണ്ടാട്ടം പോലത്തെ ടേസ്റ്റാണ്. ഒരു പേരും പ്രശസ്തിയൊക്കെ ആയിക്കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകൾ ചെയ്യുന്ന അക്രമങ്ങൾക്ക് ഇരകളായ ഞങ്ങളെ രക്ഷിച്ച മഹാനുഭാവനാണ് നിൽക്കുന്നത്. കൊണ്ടാട്ടം മുളകുണ്ടല്ലോ, പൊള്ളി അതിനുള്ളത്. മിസ്റ്റർ ഗീതം സ്റ്റാഫ്, ഒരാൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഇങ്ങനെ ഇരിക്കണം. ഇത് നക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ബുദ്ധിമുട്ടുണ്ട്, കാരണം ചുറ്റും ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അത് ചെയ്യാനും ഇവിടെ ആൾക്കാർ റെഡിയാണ്. അല്ലാതെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ കാണുന്ന പോലെ ആൾക്കാർ ചിക്കി പറിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാത്രം തോൽവിയാണ്. ഏതോ തമിഴ് വീട്ടിൽ പോയി കാപ്പി പിടിച്ചവരുണ്ട്. റെസ്റ്റോറൻറ്റിലെ കാപ്പിയേ ഇല്ല. ഇത് ശരിക്കും അങ്ങനത്തെ ഒരു കാപ്പിയല്ലേ? എൻ്റെ ലേശം കാപ്പിപ്പൊടി ഉണ്ടായിരുന്നേ. നല്ല കളറും നമ്മുടെ ഡൽഹിയിലെ ഫിൽറ്റർ കോഫി ഫിൽറ്റർ കോഫിയാണ് നല്ല. അവിടെ ഡൽഹിയിലും ഫിൽറ്റർ കോഫിയാണ്. ഇത് ഫിൽറ്റർ കോഫി. ഫിൽറ്റർ കോഫി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫിൽറ്റർ കോഫി അല്ല. എഴുതി വെച്ചിരിക്കുന്നത് ഫിൽറ്റർ കോഫി എന്നല്ലേ? ഇനി ഇത് എന്തായാലും ഇറ്റ് ഗീവ്സ് ഹാപ്പിനെസ് അല്ലേ? ഞങ്ങൾ 3 പേര് വളരെ ഹാപ്പി ആയിട്ട് രാവിലെ പുറത്തോട്ടിറങ്ങിയതാണ്. ആ ഹാപ്പിനെസ് മുഴുവൻ ഹാരി പോട്ടറിലെ ഡിമെൻറ്റേഴ്സിനെ പോലെ ആ ഗീതത്തിലെ ആൾക്കാർ ഇങ്ങനെ ചോർത്തിയെടുത്തു. അപ്പോൾ ഇവർ വന്നിട്ട് മറ്റേ സ്പെല്ലുണ്ടല്ലോ, പെട്രോൾ എല്ലാം തിരിച്ചു കിട്ടി. ഇപ്പം ജീവിക്കാനൊരാഗ്രഹം തോന്നുന്നുണ്ട്. നേരത്തെ ഗീതത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജീവിതത്തിനോടുള്ള ആഗ്രഹം അവസാനിച്ച അവസ്ഥയായിരുന്നു.